ഹായ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ രണ്ടാം നിലൻ്റെ വാർപ്പാണ്. അപ്പോൾ ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ചെറുതായിട്ട് മഴക്കാറുണ്ട്, പിന്നെ ചെറിയ വെയിലും വരുന്നുണ്ട്. നമ്മളെ ചങ്കമ്മ ഇതാ ചായലും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മേ ഊയ് എന്നിട്ട് ചായ കുടിച്ചില്ലേ? അടിപൊളി. കുറേ പണിക്കാരുണ്ട് അമ്മമ്മേ കേട്ടാ. പണിക്കാർക്കെല്ലാം ചായ കൊടുക്കണ്ടേ? പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ഗ്ലാസ് ചായ കൊടുത്തിന്. ഇനിയിപ്പോൾ ഒരു 11-12 മണിയാകുമ്പോൾ കഞ്ഞി കൊടുക്കണം. പിന്നെ ഉച്ചക്ക് ബിരിയാണി. ഹിന്ദിക്കാരാണ്. മുകളിലേക്ക് കയറ്റി നല്ല മിഷനാണ് കേട്ടോ. ഇതാ പണി തുടങ്ങിയിട്ടാ. ഇതാ ബായ് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മളെ ബായ് പോകുന്ന മുകളിലേക്ക്. ഞാൻ മുകളിലത്തെ കാഴ്ച കാണിച്ചു തരാം. വാർപ്പ് നടന്നുകൊണ്ടിരിക്കലാന്ന്. ഏകദേശം ഒരു 13 ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാം ഹിന്ദിക്കാരാണ്, മലയാളിയൊന്നും ഇല്ല. ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ നേരെ ബാക്ക് സൈഡാട്ടത്. നല്ല അടിപൊളി വ്യൂ അല്ലേ? ഇതാണ് വാർപ്പിന്റെ മേസ്തിരി ആട്ടാ. നമ്മുടെ നാട്ടുകാരന് തന്നെ ജീവാട്ട്. എന്തുണ്ട് ജീവാട്ടാ? എന്നിട്ട് വേഗം കഴിയാ വാർപ്പ്? ഏകദേശം 4 മണിയുള്ളിൽ നമുക്ക് കഴിയും അല്ലേ? ഏകദേശം 140 സിമെന്റ് ഫുള്ളായിട്ട് വേണ്ട അല്ലേ? കേരളത്തിൽ എവിടെ പണിയുണ്ടെങ്കിലും വന്നെടുക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും പണിയുണ്ടെങ്കിൽ പറഞ്ഞോ, വണ്ടി പൈസ കിട്ടും. നമ്മുടെ വീടാണെന്ന് ആർക്കെങ്കിലും വാർപ്പ് ചെയ്യണമെങ്കിൽ ഇതാ നമ്മളെ ജീവാടിനുണ്ട്. നല്ല അടിപൊളി വാർപ്പാണ്. നമ്മുടെ നാട്ടിലെല്ലാം വർക്ക് വരണ ചെയ്യല്ലോ കേട്ടോ. കുറേ പണിക്കാരിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാർപ്പിൻ്റെ ആവശ്യത്തിനുണ്ടെങ്കിൽ വിളിച്ചോ. വീട് ഫുള്ളായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വർക്കും ചെയ്യുന്നതാണ്. കുറേ പണിക്കാരിലും ഇല്ലാതെ. അപ്പോൾ ആരും കൊണ്ടെങ്കിൽ പറഞ്ഞോ. എല്ലാം ഹിന്ദിക്കാരാണ്, പണിക്കാരിൽ ഹിന്ദിക്കാരാണ്. നല്ല അടിപൊളി പണിക്കാരാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സ്വഭാവം എല്ലാവരും. ഫുൾ മിഷൻ വർക്ക് കേട്ടോ. അതുകൊണ്ട് വേഗം ആവും. നിങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ മിഷൻ തന്നെയാണോ, അല്ലെ ആൾക്കാരനെ മുകളിലേക്ക് കൊണ്ട് വരുത്താന്ന് എങ്ങനെയാണെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും മിഷൻ തന്നെ ആയി. ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. രാവിലെ കുറച്ച് മഴക്കാറിലുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. എന്തായാലും വാർപ്പ് വൈകുന്നേരം മഴയില്ലാണ്ടായിപ്പോട്ടെ. പിന്നെ രാത്രി മഴ പെയ്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഏകദേശം ഒരു 1 മണിയാകുമ്പോൾ നല്ല മഴ പെയ്തിന്. എന്തായാലും വൈകുന്നേരം മഴ എന്തായാലും ഉണ്ടാവും. മഴക്കാറുണ്ട്. ഏകദേശം ഒരു 3/4% ആയി കേട്ടോ. നല്ല വെയിലിൻ്റെ ചൂടുണ്ട്. ഇനിയിപ്പോൾ ഇവർ കഞ്ഞി കുടിച്ചിട്ട് ബാക്കി ആക്കുമല്ലോ കേട്ടോ. സമയം ഏകദേശം 1 മണിയാവാനായി. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്
വന്നിട്ടുണ്ട് കേട്ടോ തായ. അമ്മമ്മേ അവർക്ക് കഞ്ഞി കൊടുക്കട്ടെ? കഞ്ഞി കൊടുക്കട്ടെ? കഞ്ഞി ഉണ്ടോന്നാ? പിന്നെ കഞ്ഞി ഇല്ലാണ്ട് പിന്നെ 1:30 പിന്നെ കഞ്ഞി ഇല്ലാണ്ടിക്കുവാ. ഇതാ ഇവർക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടാ. പൊയ്ക്കുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, ചെമ്മീൻ ചമ്മന്തി കേട്ടാ. കഞ്ഞി കുടിച്ചാ? അമ്മമ്മ കുടിച്ചിനാ? എപ്പോ? നേരത്തെ കുടിച്ചിനാ? ഇല്ലാ? രസമുണ്ടാ? കഞ്ഞി രസമുണ്ടാ? ഇല്ലാ? അമ്മമ്മ കഞ്ഞി നേരത്തെ കുടിച്ചേട്ടാ. നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ കഞ്ഞി കുടിച്ചു. എന്നുവെച്ചാൽ ഇപ്പോൾ ഏകദേശം 1:30 ആയില്ലേ. നല്ല വിശപ്പുണ്ട്, അവിടെ നമ്മൾ കഞ്ഞി കുടിച്ചു. ഇത് നമ്മൾ അടുത്ത മേലെ നേരത്തെ കഞ്ഞി കുടിച്ചിരിക്കുന്ന അടിപൊളി. അപ്പോൾ ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് കഞ്ഞി കുടിച്ചിട്ടില്ല. ഇപ്പൊ തൽക്കാലത്തെ ജ്യൂസ് ഒന്നാക്കി കുടിച്ചാൽ ബിരിയാണി 4 മണിക്ക് കിട്ടും. ബനാന ഷേക്കായി കുടിച്ചിട്ടുണ്ട്. ഒന്ന് പിടിച്ചിക്കണ്ടേ. എന്തായാലും 4 മണി 5 മണിയാകുമ്പോൾ പണി കഴിയാണ്ട് ഇപ്പം ബിരിയാണി കൊടുക്കാനും പറ്റില്ലല്ലോ. അടുത്തേക്ക് ബിരിയാണി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ടാണ്. ഞാൻ കഞ്ഞി കുടിച്ചു, അമ്മമ്മ കഞ്ഞി കുടിച്ചു. നീ കഞ്ഞി കുടിച്ചിട്ടാ? ഞാൻ കുറച്ചൊന്നും കിടന്നിട്ട് ഇപ്പൊ കഞ്ഞി കൊടുക്കാൻ വേണ്ടിട്ട് വന്നു. അവർക്ക് കഞ്ഞി കൊടുത്തു. അവരെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു കേട്ടാ. അവര് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. അപ്പൊ അടുത്തേക്ക് കഞ്ഞി വേണ്ട അല്ലേ? കഞ്ഞി കുടിക്കുന്നില്ല. ബിരിയാണിക്ക് ലേറ്റ് ആവേ. 4 മണി 5 മണിയെല്ലാം ആവും. ഒരു പണി കഴിയുമ്പോൾ ലേറ്റ് ആവും എന്തായാലും. അവർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് തണുത്തോളം വേണമെന്നിട്ട് തണുത്തോളം എടുക്കാൻ വേണ്ടി അടുത്ത് പോയിട്ടുണ്ട്. നല്ല ചൂടല്ലേ? ബൈ ഹായ് പറ. ഹായ് ഹായ്. അടിപൊളി. ഹായ്. ബായോട് ഹായ് പറയിപ്പിച്ചിട്ടുണ്ട്. ചങ്കമ്മ ഇങ്ങനെ ആടി ഇരിക്കുന്നുണ്ട്. ബൈ ഹായ്. ബൈ ഹായ്. ഹായ് പറ. ഹായ്. അങ്ങനെ നമ്മളെ വീടിൻ്റെ വാർപ്പെല്ലാം കഴിഞ്ഞാട്ടാ. സമയം ഏകദേശം ഒരു 4 മണിയായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുളിയെല്ലാം കുളിച്ചട്ടാ. ഇതാ ഇവരെല്ലാം പോകാൻ നോക്കലാന്ന്. അപ്പോൾ നമ്മൾ ബിരിയാണി പാഴ്സൽ വാങ്ങുന്നതിന് ഇതാ ബിരിയാണി പാഴ്സൽ. അപ്പോൾ ഇവർ ബസ്സുണ്ട്, അപ്പോൾ റൂമിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് കൊണ്ടുപോയെന്ന്. ഏകദേശം 1 മണിക്കാറ്റം കഞ്ഞി കുടിച്ചോണ്ട് അധികം വിശക്കുന്നൊന്നുമില്ല. അപ്പോൾ ബിരിയാണി അവർ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ. നമ്മൾ ബിരിയാണി ശ്രീകണ്ഠാപുരം പൊടിക്കളത്തിൽ നിന്നാണ് വാങ്ങിന്. നമ്മളെ ആൻറ്റീൻ്റെ മോനാന്ന് കൊണ്ടുവന്നു കേട്ടോ. നമ്മളാക്കിയാൽ അത്ര ഒരു ഇതാവില്ല. കുറച്ച് പൊടി ബാക്കിയുണ്ട്, കുറച്ച് ജില്ലിയും ബാക്കിയുണ്ട്, പിന്നെ 2 സിമൻറ്റ്. നാളെ അവർ വന്നിട്ട് ബണ്ട് കെട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് രാത്രി മഴ പെയ്താൽ അടിപൊളിയായി. എന്താ പൊടി കണ്ട? പൊടി കുറച്ച് ബാക്കിയുള്ളൂ. പിന്നെ ജില്ലിയും കുറച്ച് ബാക്കിയുണ്ട്. അവരെ മിഷനൊന്നും കൊണ്ടുപോയില്ല. ഇപ്പം വേറെ വണ്ടി വരാണ്ട് മിഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരെ കുളിയെല്ലാം കഴിഞ്ഞാട്ടാ. ഇതാ കുറച്ച് ആൾക്കാർ ഇടിയതാ. അപ്പോൾ സമാധാനമായി. നല്ല കാലാവസ്ഥ കിട്ടീന്. മഴയൊന്നും പെയ്തിട്ടില്ല. ഇനിയിപ്പോൾ രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല മഴക്കാറാണെന്നുണ്ട്. രാത്രി നല്ല മഴ പെയ്താൽ പിന്നെ വെള്ളം നടക്കണ്ടല്ലോ. ഇവരിവിടെ തന്നെ അയക്കുന്നുണ്ട് കേട്ടോ. അവർ ബസ് കിട്ടില്ല പറഞ്ഞിട്ട് അത് എടുത്തിട്ട് പോയത്. റൂമിൽ നിന്ന് അയക്കാതെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഇവരിത് ഇവിടുന്ന് അയക്കുന്നു. അച്ചാർ കച്ചമ്പറിലുണ്ട്. നമ്മുടെ ചങ്കമ്മ ഇത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് അമ്മയുണ്ട്. ബിരിയാണി പാഴ്സൽ പറഞ്ഞുകൊണ്ട് അമ്മക്ക് പണി കുറേ കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറിച്ചാക്കാമെന്ന് വിചാരിച്ചിനേനും. പിന്നെ ബിരിയാണി നമ്മളാക്കി അത്ര ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് ബിരിയാണി ആക്കാണ്ടതിന് കേട്ടോ. പാഴ്സലാകുമ്പോൾ കുറച്ച് പണി എളുപ്പമായില്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പിന്നെ മുകളിൽ കയറിയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ വെള്ളം ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഇപ്പം കയറാൻ പറ്റില്ല. കുപ്പായിൽ ഇട്ടതിൽ കയറാൻ പറ്റില്ല. ഞാൻ നാളെ മറ്റന്നാളായിട്ട് മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ബൈ ബൈ.